പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ മുൻ ദേവസ്വം സെക്രട്ടറിയും NRPM സ്കൂൾ സ്ഥാപകനും NS ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന കൊറ്റിനാട്ട് മാധവൻ പിള്ളയുടെ സ്മരണാർത്ഥമുള്ള വിദ്യാഭ്യാസ എൻഡോമെന്റുകളും മുൻ ക്ഷേത്രം തന്ത്രി തെക്കേ മൂടാമ്പാടി കേശവൻ നമ്പൂതിരി സ്മാരക ചികിത്സാ വിദ്യാഭ്യാസ നിധികളും വിതരണം ചെയ്തു. യോഗം NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ ക്ഷേത്രവും ഓരോ വിദ്യാലയത്തിന്റെ കർമ്മം കൂടിയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് കണ്ടുകൊണ്ട് NSSന്റെ പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയ ദീർഘദർശിയായിരുന്നു സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ എന്ന് NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ പറഞ്ഞു. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ഉത്സവത്തോടനുബന്ധിച്ച് മുൻ പുല്ലുകുളങ്ങര ദേവസ്വം സെക്രട്ടറിയും NRPM സ്കൂൾ സ്ഥാപകനും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന കൊറ്റിനാട് മാധവൻ പിള്ളയുടെ സ്മരണാർത്ഥമുള്ള വിദ്യാഭ്യാസ എൻഡോമെന്റുകളും മുൻ ക്ഷേത്രതന്ത്രി തെക്കേ മൂടാമ്പാടി കേശവൻ നമ്പൂതിരി സ്മാരക ചികിത്സാ വിദ്യാഭ്യാസ നിധികളും വിതരണം ചെയ്യുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ശശികുമാർ. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ദൈനംദിന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് ആദ്യമായി തുടങ്ങി വെച്ച ആണ് ഈ ഊട്ടുപുര. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ഊട്ടുവരയ്ക്ക് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാനാജാതി മതസ്ഥർക്കും ഇതുകൊണ്ട് പ്രയോജനപ്പെടത്തക്ക രീതി എന്തെങ്കിലും ചെയ്യണം ദേവസ്വത്തിൻ്റെ പേരിൽ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഊട്ടുവര ഉണ്ടാക്കിയത്. അതിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ അന്ന് ഉണ്ടാക്കുവാനോ അത് തന്നെ 75,000 രൂപ ഫെഡറൽ ബാങ്കിൽ നിന്ന് കടമെടുത്താണ് അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്ന കൃഷ്ണനാരിയേട്ടൻ ദേവസ്വം മാനേജർ വളരെ ആത്മാർത്ഥയോടുകൂടി അദ്ദേഹത്തോടുകൂടി നിൽക്കുകയും ഏതാണ്ട് 42 ഏക്കർ സ്ഥലവും 400 ചില്ലുവാനപ്പുറം നിലവും ഉണ്ടായിരുന്ന പുല്ലുകുളങ്ങര ദേവസ്ഥത്തിന് നിത്യാന്യത്തിന് വകയില്ലാതിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതാരും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ മൊത്തം ഈ കാണുന്ന വസ്തുക്കൾ ഒഴിച്ച് ബാക്കി മൊത്തം അത് പാട്ടത്തിന് പോയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ക്രമീകരിച്ചുകൊണ്ടൊരു 7,000 രൂപ ആനുവറ്റി ഇനത്തിൽ സമ്പാദിക്കുകയും ആ ആനുവറ്റികൾ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉത്സവ കാര്യങ്ങളിലെല്ലാം തന്നെ ഇത്രയും ക്ഷേമമായ രീതിയിലുള്ള ഉത്സവങ്ങൾ നടത്തുവാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ആ രീതിയിലുള്ള സാമ്പത്തികമായിട്ടൊരു മെച്ചം മറ്റു ചില ആളുകൾക്ക് സമുദായാംഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ചില സഹോദര സമുദായങ്ങൾക്കോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് തുടങ്ങുന്ന പരിപാടി ഈ 10 ദിവസം വളരെ ഗംഭീരമായ രീതിയിൽ നടക്കുമ്പോൾ എൻഡോമെന്റുകൾ തമിഴ്നാട് ഹൗസിംഗ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ S സമീരൻ വിതരണം ചെയ്തു. തെക്കേ മൂടമ്പാടി കേശവൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഒരു സ്മാരക ചികിത്സാ എൻഡോമെൻ്റ് ഒരു ട്രസ്റ്റ് ഇതും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 വ്യക്തികളും 2 വിധത്തിൽ ഈ അമ്പലവുമായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരാണ്. ഒരാൾ ആത്മീയമായ കോൺട്രിബ്യൂഷനാണ് നൽകിയിട്ടുള്ളെങ്കിൽ മറ്റൊരാൾ ദീർഘകാലം ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ പ്രസിഡൻ്റായും വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തുവാനായി NRPM പോലുള്ള ഒരു സ്കൂൾ അത് 1900 ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു 60കളിലാണ് എന്നാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്ന് ചോദിക്കുമ്പോൾ 62ലാണ് 1962 എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ നല്ല വിദ്യാഭ്യാസം വേണം, അതിനുശേഷം നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം എന്ന ഒരു തിരിച്ചറിവിൽ തുടങ്ങിയൊരു സ്ഥാപനം. ഈ 2 മഹത് വ്യക്തികളുടെ ഓർമ്മ പുതുക്കുന്ന ഈ ചടങ്ങിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. ശ്രീ കൊട്നാട് KG മദൻപിള്ള അദ്ദേഹത്തിൻ്റെ 2 കോൺട്രിബ്യൂഷൻസ് എല്ലാവരും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഒന്ന് ഞാനിപ്പോൾ സൂചിപ്പിച്ച സ്കൂളാണ്, NRPM സ്കൂളാണ്. NRPM സ്കൂൾ എത്ര കുട്ടികളെ വാർത്തെടുത്തു, എത്ര അധ്യാപകരെ വാർത്തെടുത്തു എന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരാളെ കൂടി ഈ ക്ഷേത്ര പരിസരത്ത് സമ്മാനിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുല്ലുകുളങ്ങര ഗണേശനാണ്. 78-ൽ ഗണേശനെ ഇവിടെ ഒരു 3 കൈ മറിഞ്ഞ് 4ാമത് കൈയിൽ ഈ അമ്പലത്തിൽ വന്നു ചേർന്ന ഒരു ആനയാണ് പുല്ലുകുളങ്ങര ഗണേശൻ. ദേവസ്വം പ്രസിഡന്റ് D അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് രാമനാമടം, ട്രഷറർ K ജയചന്ദ്രൻപിള്ള, വൈസ് പ്രസിഡന്റ് K ബാബു, ജോയിന്റ് സെക്രട്ടറി K രാമകൃഷ്ണക്കുറുപ്പ്, ഉത്സവ കമ്മിറ്റി കൺവീനർ സുജിത്ത് കണ്ണൻ നായർ, അഡ്വക്കേറ്റ് N രാജഗോപാൽ, MJ ശ്രീപാൽ, മനോജ് പട്ടോളി, തുണ്ടത്തിൽ ശ്രീഹരി,
എസ് ഗോപകുമാർ, പത്മജൻ തമ്പി, കെ രാജൻപിള്ള, ഹരി അരുണോദയം എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.